ഇന്ന് ഓഗസ്റ്റ് 9 കേരള ബൈക്കേഴ്സ് വിക്ടോറിയയുടെ ബൈക്ക് ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ രാവിലെ ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങി നമ്മൾ മൊണാഷ് ഫ്രീവേ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാൻഡിനോങ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഡാൻഡിനോങ്ങിലുള്ള ഒരു ബാസ്കറ്റ് ബോൾ സ്റ്റേഡിയമുണ്ട്. അപ്പം അവിടെയാണ് ഇന്ന് സൗത്ത് ഈസ്റ്റ് സബർബിൽ നിന്നുള്ള നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും വന്ന് മീറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആ സ്റ്റേഡിയം. ഇന്ന് ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റേഡിയം നിറയെ ആളുകളാണ്. ബാസ്കറ്റ് ബോൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ഈ ഒരു സെൻറ്ററിൽ ഉള്ളതാണ്. മെമ്പേഴ്സ് ആരും തന്നെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനാണോ ഫസ്റ്റ്? അല്ലല്ല, നമ്മുടെ ഷാജി ദേവ് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഷാജി രാവിലെ തന്നെ വന്ന് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ളവരും കൂടി വന്നു. അപ്പോൾ ഈ ഒരു സൗത്ത് ഈസ്റ്റ് സബർബിൽ നിന്ന് ഞങ്ങൾ 6 പേരാണ് ഇന്നത്തെ ജേർണിയിൽ ഇവിടുന്ന് ഉള്ളത്. അടുത്ത നമ്മുടെ മീറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞത് എൽത്താം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൽത്താമിലുള്ള വൂൾവർത്തിൻ്റെ മുമ്പിലായിട്ട് വരാനായിട്ടാണ് ബാക്കിയുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. ഏതാണ്ട് 7 ഡിഗ്രി ടെമ്പറേച്ചറേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂർ ജേർണി ചെയ്ത് ഞങ്ങളെല്ലാവരും എൽത്താമിലെ വൂൾവർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് മേരീസ്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കി, നല്ല മൂടൽ മഞ്ഞും ഒക്കെ ആയിട്ട് മിസ്റ്റും ഒക്കെ ആയിട്ട് ഇതിലെ പോകുവാനായിട്ട് അടിപൊളിയാണ്. അങ്ങനെ മൂടൽ മഞ്ഞും മുന്തിരിത്തോപ്പുകളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു കൺട്രി സൈഡിൽ കൂടെയുള്ള ഒരു യാത്രയായിരുന്നു മേരീസ്വില്ലിലേക്ക് ഞങ്ങൾ നടത്തിയത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിയെന്ന് നോക്കിയേ. ആ മൂടൽ മഞ്ഞ് മിസ്റ്റിനകത്തൂടെ ഇങ്ങനെ ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുമല്ലാത്ത മനോഹരമായിട്ടുള്ള അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ്. എന്താ രസം! ഇതാണ് ബൈക്ക് ജേർണി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ ഇന്ന് മേരീസ്വില്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂടൽമഞ്ഞൊക്കെ മാറി വെയിൽ തെളിഞ്ഞു തുടങ്ങി. അത് കണ്ണിന് ആനന്ദദായകമായിട്ടുള്ള മറ്റൊരു കാഴ്ചയായി മാറി. നമ്മളുണ്ടല്ലോ ഇപ്പം വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാവോ? നമ്മുടെ മെൽബണിലുള്ള ബ്ലാക്ക്സ്പർ ഡ്രൈവിലേക്കാണ് കടന്നിരിക്കുന്നത്. ബ്ലാക്ക്സ്പർ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതൂർന്ന് നിൽക്കുന്ന യൂക്കാലി മരങ്ങളുടെ ഇടവഴിയുള്ള ആനന്ദകരമായിട്ടുള്ള ഒരു യാത്രയാണ് ബ്ലാക്ക്സ്പർ ഡ്രൈവ്. വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ കാണുന്ന ബ്ലാക്ക്സ്പർ ഡ്രൈവ്. അപ്പോൾ ഇതിലെയാണ് നമ്മൾ നമ്മുടെ മേരീസ്വില്ലിലേക്ക് പോകുന്നത്. ഇത് ഹീൽസ്വിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് മേരീസ്വില്ലിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഈ ബ്ലാക്ക്സ്പർ ഡ്രൈവ്. അപ്പോൾ ഈ മരങ്ങളുടെ ഇടവഴി ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് നല്ല പാം ട്രീകളുടെയൊക്കെ ഇടവഴി ഇതുപോലെ ഒരു മനോഹര യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റുമല്ലാത്ത ഒരു നിർവൃതിയാണ് നമ്മൾ ഇതിലെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. എത്ര മനോഹരമാണ് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കാഴ്ചകളല്ലേ.
അങ്ങനെ ബ്ലാക്ക് സ്പർ ഡ്രൈവ് ഒക്കെ പിന്നിട്ട് മേരീസ്വില്ലിലേക്ക് എത്തിയപ്പോൾ ദേ നിൽക്കുന്ന ഏമാന്മാർ ഊതിക്കാനായിട്ട്. നമ്മളൊക്കെ നല്ല പിള്ളേരായിട്ടാണെന്ന് തോന്നുന്നു. എല്ലാവരോടും കയറി പൊക്കോളാൻ പറഞ്ഞു. ആരെയും ഊതിച്ചില്ല. ഊതിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആരും ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് നടത്താറുമില്ല. അങ്ങനെ മേരീസ്വിൽ എന്ന അതിമനോഹരമായിട്ടുള്ള ഈ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് വന്നു. ഏകദേശം 500 പേര് മാത്രമാണ് മേരീസ്വില്ലിൽ താമസക്കാരായിട്ടുള്ളത്. 2009 ഫെബ്രുവരി 7 നടന്ന ബുഷ് ഫയറിൽ ഏകദേശം 45ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരനുഭവവും മേരീസ്വില്ലിനുണ്ട്. അതിനുശേഷം റീബിൽഡ് ചെയ്തതാണ് മേരീസ്വിൽ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമം. ഇവിടെ നിരവധി ബാറുകളും റെസ്റ്റോറൻറ്റുകളും ചെറിയ കഫേകളും ഒക്കെയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് മേരീസ്വിൽ. മെൽബണിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മേരീസ്വിൽ എന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക്. തന്നെയുമല്ല, സ്റ്റീവൻസൺ ഫോൾ എന്ന വലിയൊരു വാട്ടർഫോളും മേരീസ്വില്ലിൽ തന്നെയാണുള്ളത്. സഞ്ചാരികൾക്ക് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള പല കാഴ്ചകളും മേരീസ്വില്ലിൻ്റെ സറൗണ്ടിങ്സിലായിട്ടുണ്ട്. മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ലൊരു കൊച്ചു ഗ്രാമമാണ് മേരീസ്വിൽ. ലേക്ക് മൗണ്ടൻ എന്ന സ്നോ റിസോർട്ടിലേക്ക് പോകുന്നതും മേരീസ്വിൽ കൂടിയാണ്. ഓട്ടം സീസണിൽ നയനമനോഹരമായിട്ടുള്ള ദൃശ്യ വിരുന്നാണ് ഇവിടുത്തെ മരങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അതിനാൽ ഓട്ടം സീസണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാഴ്ച എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള ഈ ഒരു ബാറിലാണ് ഇന്നത്തെ ലഞ്ച് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ 2 വണ്ടി പാർക്ക് ചെയ്തിരുന്നതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് പാർക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് പേര് അപ്പുറത്തേക്ക് മാറ്റി വണ്ടി പാർക്ക് ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ 2 പേര് അല്ലേ, 2 പേര് പുതിയ ആൾക്കാർ, ദാസും ടോമും. ടോം എന്നാണോ? ടോം തന്നെയല്ലേ? ടോം അല്ലേ? 2 പേര് കോഴിക്കോട്. ക്ലാസ് മിസ്റ്റേക്സ് ആയിരുന്നു. 20 കൊല്ലമായിട്ട് ശല്യം സഹിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഒരു അബദ്ധമേ പറ്റിയിട്ടുള്ളൂ ജീവിതത്തില്. ഇവിടെ വന്നപ്പോഴും ആണ്ട കിടക്കുന്നല്ലേ. 10-35 കൊല്ലമായിട്ട് സെയിം സ്കൂളായിരുന്നു. എവിടെയാ? കോഴിക്കോട് എവിടെയാ? സിൽവർ ഹിൽസ്. ഓക്കെ 2 പേരും അടിപൊളി. ടോം ഏതൊക്കെയല്ലേ? നമ്മുടെ മറ്റേ 4 വീൽ ക്ലബിനകത്തുണ്ടല്ലേ? ശരി. അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ട്രിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്തത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേരീസ്വില്ലിൽ നിന്ന് വുഡ് പോയിൻ്റ് എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴിയെ പോയി കുംബർലാൻഡ് ജംഗ്ഷനിൽ നിന്നും വാബർട്ടൺ എന്ന സ്ഥലത്തേക്കാണ് ഇനിയുള്ള യാത്ര. നേരത്തെ കണ്ട ബ്ലാക്ക് സ്പർ ഡ്രൈവിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ കടന്നു പോകുന്ന പ്രദേശവും. കണ്ണിന് ചേതോകരമായ കാഴ്ചകളും ഒക്കെ കണ്ട് കുംബർലാൻഡ് ജംഗ്ഷനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ താമരശ്ശേരി ചുരത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റൂട്ടാണ് ഇനി നമ്മൾ പോകുന്ന 22 കിലോമീറ്റർ. വളഞ്ഞു പുളഞ്ഞ് നല്ല മനോഹരമായിട്ടുള്ള കണ്ണിന് ചേതോകരമായിട്ടുള്ള കാഴ്ചകളുമൊക്കെ കണ്ട് നമ്മൾ വാബർട്ടൺ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞറിയിക്കാൻ മേലാത്ത അനുഭൂതികളാണ് നമുക്ക് ഇതുപോലെയുള്ള യാത്രകളിലൂടെ ലഭിക്കുന്നത്. അങ്ങനെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മളത് വാബർട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്ന റൂട്ട്. ഇന്നത്തെ യാത്രയുടെ നിറമുള്ള ഓർമ്മകൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കേരള ബൈക്കേഴ്സ് വിക്ടോറിയയുടെ മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ നിന്ന് സ്വന്തം ഭവനങ്ങളിലേക്ക് യാത്രയാകുകയാണ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നോടം വരെ താങ്ക് യു വെരി മച്ച്.